ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇന്നൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇതാണ് ഇത് പുള്ളി നല്ല കക്ഷിയാണോ, പുള്ളി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട്. തന്റെ പദവി മനസ്സിലാക്കാതെ സ്ത്രീകളെ ശരീരം മാത്രമായി കണ്ടു പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിനെ പറ്റിയൊരു പ്രശ്നം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ അർഹതയുടെ അളവുകൾ പരിശോധിച്ചാൽ രാഹുലിനേക്കാളും അർഹതയുള്ള പലരും ഉണ്ടായെന്നിരിക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന നിരവധി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാളും മുകളിലേക്ക് രാഹുലിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് രാഹുലിന്റെ സംസാരിക്കാനുള്ള കഴിവും ആർജവത്തോടുകൂടി ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു കഴിവും തന്നെയാണ്. പറയുമ്പോൾ എതിരാളികൾ ആക്രമിച്ചതാണ്, അല്ലെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് കുത്തിയതാണ്, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാഹുൽ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതും നിലവിൽ രാജിവെച്ച് MLA സ്ഥാനം കൂടി രാജിവെച്ച് ഒഴിയേണ്ടതും കൂടി ആ പാർട്ടിക്കും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ അതിന് കൂടുതൽ മുന്നോട്ട് പോകാൻ ഗുണകരമാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. സാറ് പറഞ്ഞ അതേ അഭിപ്രായം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാർട്ടിയുടെ ഒരു ഭാരവാഹിയും ഞാനല്ല, ഞാൻ പാർട്ടിയുടെ മെമ്പർ പോലുമല്ല. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നീ എന്നെ തള്ളി പറയാണല്ലേ? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കാം. അപ്പൊ ശരി, ബൈ.